അൽഹംദുലില്ലാ ബുക്ക് കിട്ടിയ ഉടനെ ഒരിക്കലും ഞാൻ ദിക്കറിന്റെ അർത്ഥങ്ങളും മറ്റും മനസ്സിലാക്കിയപ്പോൾ അറിയാതെ കണ്ണിന് വെള്ളം വന്നായി. ഇത്രയും വലിയൊരു ദിക്കറാണ് നമ്മൾ ലാഘവത്തോടെ അതുപോലെ അതിൻ്റെ രീതിയിൽ ചെല്ലാതെ അതാത് രാത്രി ചെല്ലുന്നത് ഇങ്ങനെ മാപ്പിളപ്പാട്ട് പാടുന്ന ഇങ്ങനെ പാടിട്ട് പോകുന്നു. അതിനുശേഷം അതാത് ചെല്ലുമ്പോൾ ആ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുമ്പോൾ ഓരോ ദിക്കറ് ചെല്ലുമ്പോൾ വായിച്ച പഠിച്ച അർത്ഥം മനസ്സിലേക്ക് വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ്, ഒരു തഖ്വയും മനസ്സിലാക്കി. എത്ര അഭിനന്ദിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും മതിയാവില്ല. അള്ളാഹു താല ഇതുപോലെയുള്ള പ്രവർത്തനം ഇനിയും നിങ്ങൾക്ക് ചെയ്യാം തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥന എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. 120 രൂപയ്ക്ക് 1,00,000 രൂപന്റെ അമൂല്യമായ ഒരു ഗ്രന്ഥമാണത്. തീർച്ചയായിട്ടും ഇത് അല്ലാതെ എല്ലാവർക്കും എല്ലാ വിഭാഗം ആളുകൾക്കും ഉപകാരപ്പെടും എന്നത് അതിൽ വെറുതെ പറഞ്ഞതല്ല. കാരണം അത് ഉസ്താദിന്റെ ഒരു അവതരണ ശൈലിയും ഉസ്താദിന്റെ പഠനവും അങ്ങനെയാണ്. ഏത് വിഷയങ്ങളും എത്ര ആയമേറിയ വിഷയങ്ങളും ഉസ്താദ് പഠിച്ച് അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു അവതരണ മികവ് ഷാഫി ഉസ്താദിനുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇപ്പോൾ സഹോദരിമാർക്ക് ഇപ്പോൾ നമ്മുടെയൊക്കെ ഭാര്യമാർ സ്ഥിരമായിട്ട് ഹദ്ദാദ് ചൊല്ലുന്നവരായിരിക്കും. പക്ഷെ അതിന്റെ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലുണ്ടാവുമ്പോൾ അതിലൊരു ഭക്തിയും ഒക്കെ സന്തോഷവും ചൊല്ലുന്ന ആളുകൾക്ക് തന്നെ ഒരു ഫലം ഉണ്ടാവുമല്ലോ. അതേപോലെ മദ്രസയിലും മറ്റൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് നമ്മുടെ മുതിർന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു ഹദ്ദാദ് എന്താണ് എന്ന് ഒരു രൂപം അതിൻ്റെ ആ മഹത്വം മറ്റൊക്കെ ജനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ മറ്റു ക്ലാസ്സുകൾ നടത്തുന്ന ഉസ്താദുമാർ മഹല്ലുകളിലും മറ്റൊക്കെ സേവനം ചെയ്യുന്നവർക്ക് ക്ലാസ്സുകളായിട്ടും പഠനവേദികളൊക്കെ ആയിട്ട് സീരിയലുകളായി എത്രയോ കാലം കൊണ്ട് നടക്കാനുള്ള വിഭവങ്ങൾ ആ ചെറിയ പുസ്തകത്തിൽ 120 രൂപയുടെ ആ പുസ്തകത്തിലുണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.